സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കോമ്പോസിറ്റ്സ് എന്താണെന്ന് നോക്കാം. കോമ്പോസിറ്റ്സ് ഈ ഒരു ടേബിളിൽ നിന്ന് ശ്രദ്ധിക്കാം. കോമ്പോസിറ്റ്സ് 4 ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പാർട്ടിക്കിൾ റീഇൻഫോഴ്സ്ഡ് ടൈപ്പ് ഉണ്ട്, ഫൈബർ റീഇൻഫോഴ്സ്ഡ്, സ്ട്രക്ചറൽ ആൻഡ് നാനോ. Particle reinforced, that is again divided into large particles, dispersion strengthened. Fiber reinforced composites, that is divided into 2, continuous, that is aligned mode, and discontinuous. And the discontinuous again divided into 2, aligned and randomly oriented. And the 2 categories of the structural composites are laminates and sandwich panels. And one of the other category is nano. ഇന്ന് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത് പാർട്ടിക്കിൾ റീഇൻഫോഴ്സ്ഡ് കോമ്പോസിറ്റ്സിനെ പറ്റിയാണ്. അതായത് കോമ്പോസിറ്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, 2 മെറ്റീരിയൽസ്, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 മെറ്റീരിയൽസിനെ ജോയിൻ ചെയ്യാം, അതുവഴി മറ്റൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഫോം, അതിനെയാണ് കോമ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ അപ്പോൾ സ്വാഭാവികമായും ആ മെറ്റീരിയലിൻ്റെയും അതിൻ്റെ ഗസ്റ്റ് മെറ്റീരിയലിൻ്റെയും ഹോസ്റ്റ് മെറ്റീരിയലിൻ്റെയും പ്രോപ്പർട്ടീസ് കമ്പൈൻ ചെയ്തിട്ടായിരിക്കും അതിൻ്റെ കോമ്പോസിറ്റ്സിൻ്റെ പ്രോപ്പർട്ടി ഡിസൈഡ് ചെയ്യുന്നത്. So I already told you that this particle reinforced composites, that is divided into large particles and dispersion strengthened particles. And what do you mean by this large particle composites? Large particle composites. What is the meaning of this large? The term large, that is used to indicate that particle matrix interaction cannot be treated on atomic or molecular level. Here continuous mechanics is used. That is പാർട്ടിക്കിൾസും മെട്രിക്സും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഇവിടെ ഒരു അറ്റോമിക് ലെവലിലോ മോളിക്കുലർ ലെവലിലോ അല്ല ട്രീറ്റ് ചെയ്യുന്നത്. അതിനേക്കാൾ കുറച്ചും കൂടി സൈസുള്ള പാർട്ടിക്കിൾസ് ആകുമ്പോഴാണ് നമ്മൾ ലാർജ് എന്ന കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരുന്നത്. ശ്രദ്ധിക്കുക, അറ്റോമിക് ലെവലിലോ മോളിക്കുലർ ലെവലിലോ അല്ല, ഇവിടെ നമ്മളൊരു കണ്ടിന്യൂസ് മെക്കാനിസമാണ് യൂസ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ലാർജ് പാർട്ടിക്കിൾ കോമ്പോസിറ്റ്സിൽ ഒരു 3 ഫേസസ് ഉണ്ടാവും. സപ്പോസ് ഞാനിവിടെ ഒരു കോമ്പോസിറ്റ്സ്, സപ്പോസ് ഇതൊരു മെട്രിക്സ് ആണെന്ന് വിചാരിക്കാം. മെട്രിക്സ് എന്ന് പറയുമ്പോഴേക്കും നമ്മളിപ്പോൾ ഒരു ഗസ്റ്റ് മെറ്റീരിയൽ, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽസ്, അതായത് പാർട്ടിക്കിൾസ്. ഓക്കെ, അതേത് മീഡിയത്തിലാണോ ഫില്ല് ചെയ്തിരിക്കുന്നത് അതിനെ നമുക്ക് മെട്രിക്സ് എന്ന് പറയാം. അതായത് പാർട്ടിക്കിൾ ഫേസ്, അല്ലെങ്കിൽ അതിനെ പാർട്ടിക്കുലേറ്റ് ഫേസ് എന്ന് പറയും. പാർട്ടിക്കുലേറ്റ് ഫേസ്, ദിസ് ഈസ് മെട്രിക്സ് ഫേസ്. ഓൾ ടുഗദർ വി കോൾ ഇറ്റ് ആസ് കോമ്പോസിറ്റ് ഫേസ്. ഈ ഒരു 3 ഫേസാണ് ലാർജ് പാർട്ടിക്കിൾ കോമ്പോസിറ്റ്സിന് ഉള്ളത്. ദിസ് പാർട്ടിക്കിൾ ഫേസ് ഓർ പാർട്ടിക്കുലേറ്റ് ഫേസ് മീൻസ് സോളിഡ്സ് and the liquid particles. Okay, that can be used as the filler in the matrix phase. And most of these composites, this particulate phase, that is the particles, that is harder and stiffer than this matrix. അതിന് നമുക്ക് റീഇൻഫോഴ്സ്ഡ് പാർട്ടിക്കിൾസ്, അതായത് ഈ ഒരു മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടീസിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ റീഇൻഫോഴ്സ് ചെയ്തിരിക്കുന്ന പാർട്ടിക്കിൾസാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ആൻഡ് ദീസ് റീഇൻഫോഴ്സിങ് പാർട്ടിക്കിൾസ് ടെൻഡ് ടു detain the movement of the matrix phase in the vicinity of this each particles, that detain the movement of the matrix phase. ഇവിടെ ഒരു മൂവ്മെൻ്റ് ഒന്നും നടക്കുന്നില്ല, പക്ഷേ മൂവ്മെൻറ്റിനേക്കാൾ ഉപരി ദിസ് മെട്രിക്സ് ട്രാൻസ്ഫേഴ്സ് സം സ്ട്രെസ്. മെട്രിക്സ് ട്രാൻസ്ഫേഴ്സ് സം സ്ട്രെസ് ടു ദി particulate phase. Okay, that is
is the matrix transfers some of the applied stress to the particles which bear a fraction of the load. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ദ ഡിഗ്രി ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് that is the degree of the reinforcement, that is obviously depends upon the strong bonding between the particle and this matrix. Okay, വെറുതെ ഡിസ്പേഴ്സ് ചെയ്തൊന്ന് കിടക്കുകയല്ല ചെയ്യുന്നത്. There is a strong bonding between the particle and matrix at the interface. Interface എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇത് തമ്മിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗം, അവിടെ ടൈറ്റ് ബോണ്ടിങ് ആണ് ഉള്ളത്. അല്ലെങ്കിൽ ടൈറ്റ് ബോണ്ടിങ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ആ ഫില്ലർ ആ മെട്രിക്സിൽ നിന്നും തെറിച്ചു പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈറ്റ് ബോണ്ടിങ് ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. സോ ആൻഡ് സം പോളിമറിക് മെറ്റീരിയൽസ് ടു which fillers have been added, they are really large particle composites. So this filler modify the properties of the material and replace some of the polymer volume with the filler. അതായത് മറ്റൊന്നല്ല, ഈ പാർട്ടിക്കിൾസ് ഈ മെട്രിക്സിൻ്റെ ചെറിയൊരു വോളിയം കവർ ചെയ്യുന്നുണ്ട്. അതായത് ചെറിയൊരു പോർഷനിലായിരിക്കും, അതായത് ഈ മെട്രിക്സിൻ്റെ ഈ ഒരു പോർഷനിലാണ് ഈ ഒരു പാർട്ടിക്കിൾസ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സിറ്റിംഗ് പൊസിഷൻ ഇവിടെയാണ്. സ്വാഭാവികമായും അതിൻ്റെ വോളിയം ഈ ഒരു പാർട്ടിക്കിൾസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസും ഇതിൻ്റെ എൻറ്റയർ പ്രോപ്പർട്ടീസ് മോഡിഫൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു കോമ്പോസിറ്റ്സിന് ഒരു ഫെമിലിയർ എക്സാമ്പിൾസ് എന്ന് പറയാൻ സാധിക്കുമോ? വേറെ ഒന്നുമല്ല, കോൺക്രീറ്റ് is the one of the familiar examples of the large particle composites. We know that this concrete, that is composed of cement and sand and gravel. Okay, here this cement plays the role of the matrix and sand and gravel plays the role of particulate. And one of the important factor that these particles can have variety of geometries. അതായത് ഈ കൊടുക്കുന്ന പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ പാർട്ടിക്കുലേറ്റ്സിന് സാൻഡ് ആൻഡ് ഗ്രാവൽ, ഇതിൻ്റെ ഷേപ്പ് ഒരേപോലെ ആവണമെന്നൊരു നിർബന്ധമില്ല. പക്ഷെ ഓൾമോസ്റ്റ് ദേ ഹാവ് ദി സെയിം ഡയമെൻഷൻ. ഒരേപോലത്തെ ഏതാണ്ട് ഒരേ ഡയമെൻഷനിലുള്ള പാർട്ടിക്കിൾസ് ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് പാർട്ടിക്കിൾസിൻ്റെ സൈസ് ഒരു സൈസും പോട്ടെ, അതിൻ്റെ മോർഫോളജി ഒരേപോലെ ആവണമെന്നില്ല. പക്ഷെ ഏതാണ്ട് ഒരേ ഡയമെൻഷനിലായിരിക്കണം ഈ പാർട്ടിക്കുലേറ്റ്സ്. ഫോർ ദി എഫക്റ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ദിസ് particles, that is this particulate, should be small and evenly distributed throughout the matrix. ഇതിൻ്റെ സൈസ് സ്മോൾ ആയിരിക്കണം. അതോടൊപ്പം തന്നെ ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് throughout the matrix. And the volume fraction of these two phases influence the behavior of the composites. It should increase the mechanical property. അതായത് സിമെൻറ്റും സാൻഡിൻ്റെയും നമ്മൾ ഇടുന്ന ഒരു പ്രത്യേകമായ ഒരു കോൺക്രീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പ്രത്യേക ഒരു കണക്കുണ്ട്. ആ ഒരു കണക്കിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ കോൺക്രീറ്റിൻ്റെ പ്രോപ്പർട്ടിക്കും വ്യത്യാസം വരും. അപ്പോൾ കൃത്യമായ അതേ അളവിലാണെങ്കിൽ അതിൻ്റെ അതായത് ഈ ഒരു കോമ്പോസിറ്റ്, അതായത് ഈ ഒരു കോൺക്രീറ്റിൻ്റെ ദിസ് ഈസ് ദ കോമ്പോസിറ്റ്, ഈ ഒരു കോൺക്രീറ്റിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇതിനെ ബേസ് ചെയ്ത് രണ്ട് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് ഉണ്ട്.
that have been formulated for the dependence of the elastic modulus. E എന്ന് പറഞ്ഞത് elastic modulus versus the volume of fraction. Elastic modulus and volume of fraction. ഒരു കോമ്പോസിറ്റിൻ്റെ ഇലാസ്റ്റിക് മോഡുലസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ട്? മെട്രിക്സിൻ്റെ ഇലാസ്റ്റിക് മോഡുലസ് ഉണ്ട്, പർട്ടിക്കുലേറ്റ്സിൻ്റെ ഇലാസ്റ്റിക് മോഡുലസ് ഉണ്ട്. ഓക്കെ, അതിനൊരു പ്രത്യേകിച്ചൊരു റൂളുണ്ട്. അതിനെ നമുക്ക് റൂൾ ഓഫ് മിക്സ്ചേഴ്സ് എന്ന് പറയാം. റൂൾ ഓഫ് മിക്സ്ചേഴ്സ്. Rule of mixtures, they are the equations, and it is a mathematical model which predicts that this elastic modulus should fall between the upper and lower bound. അതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. That is rule of mixtures. It is the set of the equations. കോമ്പോസിറ്റിൻ്റെ അതായത് ഇലാസ്റ്റിക് മോഡുലസ് എന്ന് പറയുന്നത് ഇതിനൊരു അപ്പർ ലിമിറ്റ് ഉണ്ടാകും, അതേപോലെ തന്നെ ലോവർ ലിമിറ്റ് ഉണ്ടാകും. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായിരിക്കും ഏത് മെറ്റീരിയലാണോ നമ്മൾ ചൂസ് ചെയ്യുന്നത് അതിൻ്റെ ഇലാസ്റ്റിക് മോഡുലസ് കിടക്കുന്നത്. സോ ദിസ് അപ്പർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ EM VM പ്ലസ് EP VP. E stands for the elastic modulus, that is elastic modulus of the composites. This is the upper bound. Upper bound. And EM means elastic modulus for the matrix into volume fraction of the matrix plus elastic modulus of the particulate into the volume fraction of the particulate. അതായത് മെട്രിക്സിൻ്റെ, അതായത് ഏത് സാമ്പിളാണ് നമ്മൾ എടുക്കുന്നത് അതിൻ്റെ ഇലാസ്റ്റിക് മോഡുലസും, അതായത് നമ്മൾ ഏത് ഫില്ലറാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഇലാസ്റ്റിക് മോഡുലസും എല്ലാം നമുക്ക് ലിറ്ററേച്ചർ സർവേയിൽ കൂടിയോ അല്ലെങ്കിൽ ക്ലാസ് ടേബിൾ വഴിയോ നമുക്കിതിൻ്റെ ഡാറ്റാസ് കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് ഈ വോളിയം ഫ്രാക്ഷൻ നമ്മൾ ചേഞ്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ അപ്പർ ബൗണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഇതിനൊരു ലോവർ ബൗണ്ട് ഉണ്ട്. ലോവർ ബൗണ്ട്, ഓക്കെ, ലോവർ ബൗണ്ട് ദാറ്റ് ഈസ് റിട്ടൺ ആസ് EM EP ഡിവൈഡഡ് ബൈ VM EP പ്ലസ് VP EM. It is the ratio of EM EP divided by VM EP plus VP EM. EM for the elastic modulus for the matrix into elastic modulus for the particulate divided by the volume fraction of the matrix into elastic modulus of the particulate plus volume fraction of the particulate into elastic modulus of the matrix. So there is the upper limit and the lower bound. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കേസ് സ്റ്റഡി നടത്താം. ഒരു ടങ്സ്റ്റൺ മെറ്റീരിയലിൻ്റെ ഒരു കേസ് സ്റ്റഡി നടത്താം. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, നമുക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി y ആക്സിസിൽ മാർക്ക് ചെയ്യാം. ദാറ്റ് ഈസ് ഇൻ ജിഗാ പാസ്കൽ. ഓക്കെ, ആൻഡ് എക്സ് ആക്സിസിൽ ടങ്സ്റ്റൻ്റെ വോളിയം കോൺസെൻട്രേഷൻ. ടങ്സ്റ്റൻ്റെ കോൺസെൻട്രേഷൻ ദാറ്റ് ഈസ് ഇൻ വോളിയം പെർസെൻറ്റേജ്. 0, 20, 40, 60, 80. ഈ ടങ്സ്റ്റൻ്റെ സപ്പോസ് നമ്മൾ
പല എക്സ്പെരിമെൻ്റൽ ഡീറ്റെയിൽസ് ഓരോ വോളിയം പെർസെൻറ്റേജിൻ്റെ ഇലാസ്റ്റിക് മോഡുലസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ടങ്സ്റ്റൻ്റെ എക്സ്പെരിമെൻ്റൽ വാല്യൂസ് ദാറ്റ് ഈസ് ലൈസ് ബിറ്റ്വീൻ 40 to 80, അതായത് 40% വോളിയത്തിൻ്റെയും അതേപോലെ തന്നെ 80% വോളിയത്തിൻ്റെയും മെറ്റീരിയൽസ് അല്ലെങ്കിൽ അതിൻ്റെ ഡാറ്റാസ് കളക്ട് ചെയ്തപ്പോൾ, അതായത് ഡാറ്റാസ് മീൻസ് ഒരു 40% വോളിയം ഓഫ് ടങ്സ്റ്റൻ എടുത്ത് അതിൻ്റെ ഇലാസ്റ്റിക് മോഡുലസ് കണ്ടുപിടിച്ചു. അതേപോലെ തന്നെ 41% എടുത്തു, അതിൻ്റെ ഇലാസ്റ്റിക് മോഡുലസ് കണ്ടുപിടിച്ചു. അതേപോലെ 80 എടുത്ത് ഇലാസ്റ്റിക് മോഡുലസ് കണ്ടുപിടിച്ചു. അതെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു റീജിയൻ ആണ്. ദാറ്റ് ഈസ് ലൈസ് ബിറ്റ്വീൻ ദി upper bound and lower bound. So it obeys the rule of the mixtures. And we can say these large particle composites that are used with all the three materials, that is metals, polymers and ceramics. One of the examples for the ceramic metal composites. Ceramic and metal composite. One of the example is cermets. The common example for the cermet is concrete or cemented carbide. Cemented carbide. അതേപോലെ തന്നെ ടങ്സ്റ്റൺ കാർബൈഡ്, അതിനെ നമുക്ക് WC എന്ന് പറയാം. C for the carbon and this W for the tungsten. And titanium carbide, that is TIC. These are embedded in a matrix of the metal, metal such as the cobalt or nickel. ഈ മെറ്റീരിയൽസ് സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് എക്സ്ട്രീംലി യൂസ്ഡ് ഫോർ ദി കട്ടിംഗ് ടൂൾസ്. For hardened steel, അതായത് ടൂളിന് വേണ്ടി കട്ടിംഗ് ടൂളായിട്ടാണ് ഈ ടങ്സ്റ്റൺ കാർബൈഡും അതേപോലെ തന്നെ ടൈറ്റാനിയം കാർബൈഡ് കോമ്പോസിറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. സോ ദിസ് പ്രൊവൈഡ് ദി സർഫസ്, കട്ടിംഗ് സർഫസ്, ഒരു കട്ടിംഗ് സർഫസ് ആയിട്ട്, അതായത് ഏതെങ്കിലും ഒരു ഹാർഡൻഡ് ആയിട്ടുള്ള സ്റ്റീൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കട്ടിംഗ് സർഫസ് ആയിട്ടാണ് ഈ ടങ്സ്റ്റൺ കാർബൈഡ് മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദീസ് മെറ്റീരിയൽസ് ബീങ് എക്സ്ട്രീംലി ബ്രിറ്റിൽ, but one of the fact is that it is not capable of withstanding this cutting stress withstand ചെയ്യാനുള്ള ഒരു കേപ്പബിൾ ഇതിനില്ല, but it is extremely brittle. And the toughness of this material is enhanced by the inclusion of the suitable materials. And these composites that is quite resistant to the higher temperature. That is the one of the important factor, that is it is quite resistant to the high temperature generated by the cutting. ആൻഡ് അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു വോളിയം ഫ്രാക്ഷൻ നമ്മൾ നോക്കുമ്പോൾ, ദാറ്റ് ഈസ് റിലേറ്റീവ് ലാർജ് വോളിയം ഫ്രാക്ഷൻസ് ഓഫ് ദി particulate phase may be used. സപ്പോസ് ഒരു പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഒരു 90% നമ്മൾ പാർട്ടിക്കുലേറ്റ്സ് ആഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഏത് മെട്രിക്സ് ആണ് യൂസ് ചെയ്യുന്നത് അതിനകത്ത് നമ്മൾ കുറച്ച് ഫില്ലർ വെക്കുകയാണ്, ഫില്ലർ ലോഡ് ചെയ്യുവാണ്. ആ ഫില്ലർ എന്ന് പറയുന്നത് ഒരു 90% നമ്മൾ ലോഡ് ചെയ്താൽ മാത്രമാണ്, അല്ലെങ്കിൽ 90% നമ്മൾ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോമ്പോസിറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ദാറ്റ് ഈസ് എക്സ്ട്രീംലി ഹൈ. അതേപോലെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കും റബ്ബർ എന്ന് പറയുന്നത് ഇലാസ്റ്റോമേഴ്സ്. Both the elastomers and the plastics that are frequently reinforced with the
പർട്ടിക്കുലർ മെറ്റീരിയൽ. അതായത് റബ്ബർ എന്ന് പറഞ്ഞത് ഓട്ടോമൊബൈൽസ് യൂസ് ചെയ്യുന്ന ടയേഴ്സ് എന്ന് പറയുന്നത് ചില മെറ്റീരിയൽസ് മാത്രമേ അതിനെ നമ്മൾ ഫില്ലേഴ്സായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. അതായത് ഇപ്പോൾ സപ്പോസ് കാർബൺ ബ്ലാക്ക്, റബ്ബർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വൾക്കനൈസ്ഡ് മെറ്റീരിയൽസ് ആണ്. ദിസ് ഇസ് ദി ഇലാസ്റ്റോമേഴ്സ് ദാറ്റ് ഈസ് ക്ലബ്ഡ് വിത്ത് ദി കാർബൺ ബ്ലാക്ക്. കാർബൺ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യുന്ന അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് എക്സ്ട്രീംലി സ്മോൾ ആയിരിക്കും, ഒരു 20 to 50 നാനോമീറ്റർ. ദാറ്റ് ഈസ് റബ്ബർ പ്ലസ് കാർബൺ ബ്ലാക്ക്. കാർബൺ ബ്ലാക്കിന് 20 to 50 നാനോമീറ്റർ കാർബൺ ബ്ലാക്ക് വെച്ചാണ് നമ്മൾ റബ്ബറിനെ ഫില്ല് ചെയ്യുന്നത്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കാർബൺ ബ്ലാക്ക് എന്ന് പറയുമ്പോഴേക്കും എക്സ്ട്രീംലി സ്മോൾ സൈസാണ്. അതേപോലെ തന്നെ സ്ഫെരിക്കൽ പാർട്ടിക്കിൾസ്. അപ്പോൾ ടയറിൻ്റെ കേസാണ് സ്റ്റഡി ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് ഒരു 15 to 30% വോളിയം കാർബൺ ബ്ലാക്ക് ആയിരിക്കും. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ദിസ് കാർബൺ ബ്ലാക്ക് എന്ന് പറഞ്ഞത് ഒരേപോലെ, അതായത് ടയർ മെറ്റീരിയലിൽ റബ്ബറിൽ ഒരേപോലെ ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് ഇറ്റ് ഫോംസ് സ്ട്രോങ് അഡേസീവ് ബോണ്ട് വിത്ത് ദി റബ്ബർ മെട്രിക്സ്. അതായത് വണ്ടി ഓടിക്കുമ്പോൾ അതിൽ നിന്ന് കാർബൺ ബ്ലാക്ക് തെറിച്ചൊന്നും പോകുന്നില്ലല്ലോ, സ്വാഭാവികമായും അതിന് നല്ല ടൈറ്റ് ബോണ്ടായിരിക്കും ഉണ്ടാകുക. സോ ദ ബോണ്ടിങ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അതേപോലെ തന്നെ മറ്റൊരു കാറ്റഗറിയാണ് ഡിസ്പെർഷൻ സ്ട്രെങ്തൻഡ് കോമ്പോസിറ്റ്സ്. ഡിസ്പെർഷൻ സ്ട്രെങ്തൻഡ് കോമ്പോസിറ്റ്സ്. നമ്മൾ ലാർജ് പാർട്ടിക്കിൾ പറഞ്ഞു. ലാർജ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനകത്തുള്ള പാർട്ടിക്കിൾസ് നമ്മൾ ആറ്റോമിക് ലെവലിലോ മോളിക്കുലർ ലെവലിലോ അല്ല ട്രീറ്റ് ചെയ്യേണ്ടത്, അതിനേക്കാൾ കുറച്ചും കൂടി ഹയർ ലെവലിലേക്കാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. But in the case of the dispersion strengthened composites, the particles are normally much smaller with diameter 10 to 100 nanometer. Small particles. അതായത് ഇതൊരു അറ്റോമിക് ലെവലിലോ മോളിക്കുലർ ലെവലിലോ ആയിരിക്കും. ദാറ്റ് ഈസ് ദ പാർട്ടിക്കിൾ മെട്രിക്സ് ഇൻട്രാക്ഷൻ. That is the particulate plus matrix interaction. That is particle matrix interaction at the atomic level. Atomic level or molecular level. And whereas this matrix bears the major portion of the applied load, the small particles that resist the motion of the dislocations. Particles അതിനകത്ത് യൂണിഫോംലി ആയിട്ട് ഡിസ്പേഴ്സ് ചെയ്ത് നിൽക്കും. Thus this plastic deformation that is restricted. പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതായത് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ അവിടെ കുറയുന്നു. പകരം ഇതിൻ്റെ ഈൽഡ് സ്ട്രെങ്ത്തും ടെൻസൈൽ സ്ട്രെങ്ത്തും അതേപോലെ ഹാർഡ്നെസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈൽഡ് സ്ട്രെങ്ത്, ടെൻസൈൽ ആൻഡ് ഹാർഡ്നെസ്. ഇതിപ്പോൾ നമ്മൾ ഡിസ്പേഴ്സ് ചെയ്യുന്ന പാർട്ടിക്കിൾസ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോമ്പോസിറ്റ്സിൽ നേരത്തെ പാർട്ടിക്കിൾസ് ലാർജ് സൈസ്ഡ് പാർട്ടിക്കിൾസ് ആണെങ്കിൽ ഇവിടെ സ്മോൾ സൈസ്ഡ് പാർട്ടിക്കിൾസ് ദാറ്റ് ഈസ് ഡിസ്പേഴ്സ്ഡ്. ഇവിടെ നമ്മൾ ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയാൻ സാധിക്കില്ല, കാരണം ഇതിന് കംപ്ലീറ്റ് ഡിസ്പേഴ്സ് ചെയ്തിരിക്കുമെന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്കൊരു പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ, അതായത് ഇതിൻ്റെ കോമ്പോസിറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത്തും ഈൽഡ് സ്ട്രെങ്ത്തും ഹാർഡ്നെസ്സൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത് ഏത് മെറ്റീരിയലാണ് നമ്മൾ ഇതിനകത്ത് ഡോപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് മെറ്റീരിയലാണോ അതിനകത്ത് ഫില്ലറായിട്ട് യൂസ് ചെയ്യുന്നത്, അതിനനുസരിച്ച് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് വ്യത്യാസപ്പെടും. ഇത് നമുക്ക് പോളിമർ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. മെറ്റൽ ഇടാം, സെമി കണ്ടക്ടർ ഇടാം,
അല്ലെങ്കിൽ നോൺ മെറ്റാലിക് കോമ്പൗണ്ട്സ് ഇടാം. ഏത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്തേക്ക് ഡോപ്പ് ചെയ്ത് ഒരു ഫിലിമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സോ ദിസ് സ്ട്രെങ്തനിങ് മെക്കാനിസം ഇൻവോൾവ്സ് the interaction between the particles and the dislocation within the matrix. സ്വാഭാവികമായി ഒരു എക്സ്ട്രാ സാധനം ഒരു മെട്രിക്സിലേക്ക് ലോഡ് ചെയ്യുമ്പോൾ അവിടെ ഡിഫക്റ്റ് ഉണ്ടാകും. അതായത് ഈ ഒരു പാർട്ടിക്കിൾസ് ഇവിടെ ലോഡ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായും അവിടെ ഒരു വേക്കൻസി ക്രിയേറ്റ് ചെയ്യപ്പെടണം. ആ വേക്കൻസിയിലായിരിക്കണം ഈ ഒരു പാർട്ടിക്കിൾസ് ഇരിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ഡിസ്ലൊക്കേഷൻസ് ഫോം ചെയ്യുന്നുണ്ട്. സോ ദർ ഈസ് ദി ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദി പാർട്ടിക്കിൾസ് ആൻഡ് ഡിസ്ലൊക്കേഷൻസ് വിത്തിൻ ദ മെട്രിക്സ്. ഇനി നമ്മൾ ടെമ്പറേച്ചർ എലിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദിസ് സ്ട്രെങ്തനിങ് റീറ്റെയിൻ ചെയ്യുന്നു. കാരണം എന്താണ്? ഫോർ ദി എക്സ്റ്റെൻഡഡ് ടൈം പീരീഡിൽ നമുക്ക് ഈ സ്ട്രെങ്തനിങ് റീറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ബിക്കോസ് ദിസ് ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾസ് they are chosen to be unreactive with the matrix phase. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന മെട്രിക്സ് ഫേസുമായിട്ട് ഒരു റിയാക്ഷൻ ഉണ്ടാവില്ല. അതായത് സപ്പോസ് ഒരു പോളിവിനൈൽ ക്ലോറൈഡ് PVC മെറ്റീരിയലിലേക്ക് നമുക്ക് ഒരു സിങ്ക് ഓക്സൈഡ് മെറ്റീരിയൽസോ അല്ലെങ്കിൽ കാർബൺ ബ്ലാക്കിൻ്റെ മെറ്റീരിയൽസോ അതിൻ്റെ സ്മോൾ പാർട്ടിക്കിൾസ് നമുക്ക് ഡോപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ദർ ഈസ് നോ ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദിസ് കാർബൺ ബ്ലാക്ക് ആൻഡ് ദി PVC. ആ സ്ഥാനത്ത് ആ PVC അല്ലെങ്കിൽ പോളിവിനൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഒരു എന്താ പറയുക കാർബൺ ബ്ലാക്കിനെ ഒരു ഫിലിമാക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലായിരിക്കും. സോ ദർ ഈസ് ഇറ്റ് ഈസ് അൺറിയാക്റ്റീവ് വിത്ത് ദി മെട്രിക്സ് ഫേസ്. നമ്മൾ നേരത്തെ നോക്കിയ അതേ കൺസെപ്റ്റ് തന്നെയാണ്, അതായത് ലാർജ് പാർട്ടിക്കിൾസ് കോമ്പോസിറ്റ്സിൻ്റെ അതേ കൺസെപ്റ്റ് തന്നെയാണ് ഡിസ്പെർഷൻ സ്ട്രെങ്തൻഡ് കോമ്പോസിറ്റ്സ് ഉള്ളത്. ഒരെണ്ണം അറ്റോമിക് ലെവലിൽ ട്രീറ്റ് ചെയ്യുന്നു, മറ്റൊരു കാറ്റഗറി എന്ന് പറഞ്ഞത് അറ്റോമിക് ലെവലിലല്ല, അതിനേക്കാൾ ഹയർ ലെവലിൽ ട്രീറ്റ് ചെയ്യുന്നു. ഓക്കെ, in both of these this particle matrix interactions can be improved by using the suitable doping or by using the suitable fillers. The property of the filler decides the property of the composites, or the property of the filler can modify the property of the composites. Okay, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോമ്പോസിറ്റ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യാം.